Good morning. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മൾ ഇന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വായിച്ചു നോക്കിയിരുന്നോ പോർഷൻസ് ഒക്കെ? Yes, ma'am. ഓക്കെ, ഏതെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഫസ്റ്റ് 3 ചാപ്റ്റർ അല്ലേ മിസ് നോക്കാൻ പറഞ്ഞേ? ഓക്കെ, ഏതെങ്കിലും പോർഷൻസ് പറഞ്ഞു തരണോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ അല്ലെ? നോക്കിയിട്ടില്ലേ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ? അപ്പൊ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനുവേണ്ടി മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ആൻസേഴ്സ് മാത്രം ചെയ്താലും മതി, അല്ല ക്വസ്റ്റ്യൻ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് ആൻസേഴ്സ് ഇത് ചെയ്യാം. മിസ് പറയുന്ന സമയത്ത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയേ. അതായത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ഉടനെ അങ്ങ് ആൻസർ ചെയ്യണ്ട. നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എത്രത്തോളം നിങ്ങൾ ഈ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനെയും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം റിവിഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്ത് ഫസ്റ്റ് 5th മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എടുക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ആൻസർ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ എത്രത്തോളം ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്താം കേട്ടോ. അപ്പൊ അതില് ഓൾറെഡി വായിച്ചു നോക്കിയിട്ടില്ലേ? ഇത് പഠിച്ചിട്ടില്ലേ? ആ ചാപ്റ്റർ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ് മിസ് പറഞ്ഞിട്ടാണ് പോയത് നമുക്ക് റിവിഷൻ തുടങ്ങാം, അപ്പൊ അത് പഠിക്കണമെന്ന്. പഠിച്ചിരുന്നോ? ഓക്കെ, ശരി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു? എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? അന്ന് ആൻസർ പറഞ്ഞേ. വാട്ട് ഡസ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു? എന്താണ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു? എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? എന്താണ് അതിന്റെ ആൻസർ വരിക? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണോ? വേണം. ഫസ്റ്റ് ഓപ്ഷൻ, only the process of selling products. Option B, activities a company undertakes to promote the buying or selling of a product or service. Option C, the manufacturing process of a product. Option D, the internal management of a company. ഇതാണ് correct option. Option B അല്ലേ? Activities a company undertake to promote the buying or selling of a product or service. അല്ലേ? Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്? എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്? വാട്ട് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്? ഓപ്ഷൻസ് പറയട്ടെ? ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, the discipline focused on the practical application of marketing techniques within organization. Option B, the management of the company's finances. Option C, the supervision of the sales team only. Option D, the process of product design.
ഓപ്ഷൻ എ ആണ്, ശരിയാണ് കേട്ടോ. ദ ഡിസിപ്ലിൻ ഫോക്കസ്ഡ് ഓൺ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക്സ് വിത്തിൻ ഓർഗനൈസേഷൻ. അല്ലെ, ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എന്താണ്, ആ ഓർഗനൈസേഷനുള്ളിൽ തന്നെ നമുക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെയും ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്യുന്നതിനെയും ഒക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് 4 elements historically make up the marketing mix? What 4 elements historically make up the marketing mix? Option പറയട്ടെ. Option A, people, process, planning and production. Option B, sales, service, staff and strategy. Option C, product, price, place and promotion. Option D, advertising, branding, communication and delivery of services. Option C ആണ് അല്ലെ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അല്ലെ, അതാണ് നമ്മുടെ 4 മാർക്കറ്റിംഗ് മിക്സിലെ 4 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ 4 എലമെന്റ്സും കൂടി മേക്കപ്പ് ചെയ്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നൊരു ടേം ആയിട്ട് വരുന്നത്. അല്ലെ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ദെൻ ഇത് മൂന്നും ക്ലിയർ ആണല്ലോ, ഈ ഒരു ഭാഗം ഓക്കെ അല്ലേ? എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു, നമ്മള് മാർക്കറ്റിംഗ് മിക്സ് പറഞ്ഞു, അതിലെ എലമെന്റ്സ് പറഞ്ഞു, അതുപോലെ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് പറഞ്ഞു. ഇത്ര ഓക്കെ ആണല്ലോ. അപ്പൊ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് എ കമ്പനി undertake to promote the buying or selling of a product or service. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ആ ഒരു എന്താണ്, ആ ഒരു ഡെഫിനിഷൻ എപ്പോഴും പഠിച്ചു വെക്കുക കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സുമായി ബന്ധപ്പെട്ടും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സിൽ ഉൾപ്പെടുന്ന 4 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആ ഓരോ എലമെന്റ്സിനെയും കുറിച്ചും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് എ ഫേം യൂസസ് ടു പെർസ്യൂ വാട്ട്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം, വായിക്കാം. ദ മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് എ ഫേം യൂസസ് ടു പെർസ്യൂ വാട്ട്? ഓപ്ഷൻ പറയട്ടെ. Option A, it's financial objectives. Option B, it's marketing objectives in the market. Option C, it's employee satisfaction goals. Option D, it's production target. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി. വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. ഇറ്റ്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചാലും അതേ രീതിയിലും ക്വസ്റ്റ്യൻ വന്നാലും ബാക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ അറിയാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ആ ഡെഫിനിഷൻസും എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചിരിക്കാം. Then അടുത്തത്, വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഓപ്ഷൻ എ, only a physical item. Option B, the item or service offered for sale. Option C, the advertisement for an item. Option D, the location where a service is offered. ഇതാണ് ഓപ്ഷൻ ബി അല്ലേ. ഇതാണ് the item or service offered for sale അല്ലെ. വിൽപ്പനക്കായി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു സേവനത്തെയാണ് നമ്മള് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. Then അടുത്തത്, the price of a product depends on the market, quality, marketing and what other factors? The price of a product depends on the market, quality, marketing and what other factor? Option A, the cost of raw materials. Option B, the number of employees. Option C, the segment that is targeted. Option D, the company's age. ശരിയാണ് ഓപ്ഷൻ സി അല്ലെ. The segment that is targeted അല്ലെ. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റിനെയും കൂടി പ്രൊഡക്റ്റിന്റെ അതും കൂടി ആശ്രയിച്ചാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഇത്?
ഓക്കെ അല്ലേ? അപ്പൊ അവിടെ വരെയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്നോടെ പറയണോ? The price of a product depends on the market, quality, marketing, and what other factor? The segment that is targeted എന്നാണ് ആൻസർ കേട്ടോ. Okay. Okay. Then next question ആണ്, what does price refers to in the marketing mix? What does price refers to the marketing mix? Option, the cost of producing the product. Option B, the value we pay in exchange for the product and services. Option C, the profit margin of the company. Option D, the discount offered to customers. ഇതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ. ദ വാല്യൂ വി പേ ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾക്കോ സർവീസുകൾക്കോ പകരമായിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ നൽകുന്ന മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. അവര് നമുക്കൊരു പ്രൊഡക്റ്റ് തരുന്നു അല്ലെങ്കിൽ സർവീസ് തരുന്നു. അത്തരം പ്രൊഡക്റ്റോ സർവീസോ തരുമ്പോൾ അതിന് പകരമായി നൽകുന്ന നമ്മുടെ ആ ഒരു മൂല്യം അല്ലെങ്കിൽ വാല്യൂവിനെയാണ് നമ്മള് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല? Then next, what is price considered and why is price considered an essential element of the marketing mix? Why is price considered as an essential element of the marketing mix? Option A, it is the easiest element to change. Option B, it dictates a company's survival and profit. Option C, it is the only factor customer consider. Option D, it directly related to product quality. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ. ഇറ്റ് ഡിക്റ്റേറ്റ് എ കമ്പനീസ് സർവൈവൽ ആൻഡ് പ്രോഫിറ്റ് അല്ലെ. ഒരു പ്രൈസിന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് മിക്സിലെ പ്രൈസിന്റെ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ആ ഒരു കമ്പനിയുടെ സർവൈവലിനെയും പ്രോഫിറ്റിനെയും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് കൊണ്ടാണ്. അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് പറയുന്നത്. Then next question, in the marketing mix, what does place refers to? In the marketing mix, what does place refers to? Place എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. The position of the product on a shelf. രണ്ടാമത് ഓപ്ഷൻ ബി, the headquarters of the company. Option C, the geographical location where the company sells its product and provides services. Option D, the rank of the company in the industry. Answer C. The geographical location where the company sells its product and provides services. ഇതാണ് ഓപ്ഷൻ സി ആണ് in the place എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then അടുത്ത question, what is promotion in the marketing mix? എന്താണ് പ്രൊമോഷൻ? മാർക്കറ്റിംഗ് മിക്സിലെ പ്രൊമോഷൻ എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. A discount or special offer. Option B, the physical distribution of a product. Option C, elevating an employee to a higher position. And option D, communication that aims at promoting a product, activity or a brand. Option D, like communication that aims at promoting a product, activity or brand. ഒരു പ്രൊഡക്റ്റിനെയോ ഒരു ആക്ടിവിറ്റിയോ ഒരു ബ്രാൻഡിനെയോ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ അതിനെ എന്താണ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെ ലക്ഷ്യം വെക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തെയാണ് നമ്മൾ പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ബിസൈഡ്സ് ഡ്രൈവിംഗ് സെയിൽസ്, what else can promotion aim to achieve? Besides driving sales, sales വർദ്ധിപ്പിക്കുക എന്നത് ഉദ്ദേശമാണ് അല്ലെ. What else can promotion aim to achieve? Options പറയാം. Reduce production cost. Option B, increase the number of employees. Option C,
build the reputation of the organization. And option D, simplify the supply chain. ഇതാണ് ഓപ്ഷൻ സി അല്ലെ. ബിൽഡ് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ അവിടെ സെയിൽസ് വർദ്ധിപ്പിക്കണം, ഡ്രൈവ് സെയിൽസ് മാത്രമല്ല, സെയിൽസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതുകൂടാതെ ആ ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ കൂടി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക എന്നൊരു എയിം കൂടി ഇതിലുണ്ടായിരിക്കും. അടുത്തത്, വാട്ട് ഈസ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്? എന്താണ് ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻസ് വായിക്കട്ടോ. Option A process of selling medical equipment. Option B, a process of strategic outreach and communication to attract and engage healthcare consumers. Option C, the advertisement of pharmaceutical drugs only. Option D, a method for training hospital staff. എന്താണ് ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്? Option B. Very good. A process of strategic outreach and communication to attract and engage healthcare consumers. എന്താണ് ഒരു ഹെൽത്ത് കെയർ? എന്താണ് അവിടെയുള്ള ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സിനെ അവിടെ എൻഗേജ്ഡ് ആയിട്ട് നിർത്താനും അതിലേക്ക് ആകർഷിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ആശയവിനിമയം, അത് നടത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, why is direct marketing considered impossible for hospital? എന്തുകൊണ്ടാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇമ്പോസിബിൾ ആണ് എന്ന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇമ്പോസിബിൾ ആണെന്ന് പരിഗണിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ലീഗലി പ്രൊഹിബിറ്റഡ്. Option C, hospital belong to a service industry dealing with human beings. Option D, it is not effective. Option C ആണ് അല്ലെ. ഹോസ്പിറ്റൽ ബിലോങ് ടു എ സർവീസ് ഇൻഡസ്ട്രി ആയി ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് പരിഗണിക്കാൻ പറ്റാത്തത് അല്ലെ. Then how are the marketing activities of his hospital typically done? എന്താണ്, എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ അപ്പൊ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സാധാരണയായിട്ട് നടക്കുന്നത്? എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ് പറയാം. ഡയറക്ട്ലി ബൈ ദ ഡോക്ടേഴ്സ്. ഓപ്ഷൻ ബി, ത്രൂ അഗ്രസീവ് സെയിൽസ് പ്രാക്ടീസ്. ഓപ്ഷൻ സി, indirectly by the expert of the marketing department. And option D, only through word of mouth. Option C ആണ് അല്ലെ. indirectly by the expert of the marketing department. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എത്ര മാർക്കറ്റിംഗ് മിക്സ്, അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എത്ര മാർക്കറ്റിംഗ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ടെക്നിക്ക് എത്ര എണ്ണമാണ് നമ്മൾ പഠിച്ചേ? എത്ര എണ്ണം പഠിച്ചു? 9 എണ്ണം. അത് ചോദിക്കുകയാണെങ്കിലും എഴുതണം കേട്ടോ. ഹൗ മെനി മാർക്കറ്റിംഗ് ടെക്നിക്സ് ഫോർ ഹോസ്പിറ്റൽ ആർ ലിസ്റ്റഡ് ഇൻ ദ ചാപ്റ്റർ? ചാപ്റ്ററിൽ എത്ര എണ്ണമാണ് നമുക്ക് മാർക്കറ്റിംഗ് ടെക്നിക് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്? 9 ആണ് കേട്ടോ. 9 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. വാട്ട് ഈസ് ആൻ അഡ്വർട്ടോറിയൽ? എന്താണ് ഒരു അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് വായിക്കാം. എ സ്റ്റാൻഡേർഡ് ടെലിവിഷൻ കൊമേഴ്ഷ്യൽ. Option B, a combination of an advertisement and an editorial. Option C, an advertisement placed in a directory. And option D, a billboard advertisement. ഇതാണ് ഓപ്ഷൻ ബി അല്ലെ. A combination of an advertisement and an editorial. Then അടുത്ത question, what is desired result of an advertorial for a hospital? What is the desired result of an advertorial for a hospital? Option A, to entertain the reader. Option B, to bring genuine patients to the targeted hospital. Option C, to announce the hospital financial result. And option D, to criticize competing hospitals. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് അല്ലെ.
to bring genuine patients to the targeted hospital. Targeted hospitalലേക്ക് genuine ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അഡ്വർട്ടോറിയലിന്റെ ഒരു നമ്മുടെ അഭികാമ്യമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം എന്ന് പറയുന്നത്. Then which marketing technique involves highlighting the joining of a new medical professional? Which marketing technique involves highlighting the joining of a new medical professional? Option A VIP visit. Option B, medical camp. Option C, career opportunity. Option D, joining of a new doctor. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ലെ, ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. അവിടെയാണ് നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അല്ലെ, ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയ ഭാഗമായതുകൊണ്ട് ഇതൊക്കെ എളുപ്പമായിട്ടുള്ള ഭാഗങ്ങളുമാണ് കേട്ടോ. Then അടുത്തത്, when advertising a new doctor, the text suggests mentioning that they are what? അതായത് ഒരു അഡ്വർടൈസിങ് ന്യൂ ഡോക്ടർ, ഒരു പുതിയ ഡോക്ടർ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റിൽ അത് എന്തിനു വേണ്ടിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മെൻഷൻ ചെയ്തത്? The text suggests mentioning that they are what? ഓപ്ഷൻസ് പറയാം. The most affordable. Option B, available 24/7. Option C, highly qualified. Option D, a celebrity's personal doctor. ഇതാണ് ആൻസർ. ഓപ്ഷൻ സി അല്ലെ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്ന രീതിയിലായിരിക്കും നമ്മൾ പുതിയതായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും ഒരു പുതിയ ഡോക്ടർ എന്ന് കൊടുക്കുക അല്ലെ. Then what is the VIP visit in marketing technique? മാർക്കറ്റിംഗ് VIP വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ program to give VIP treatment to all patients. Option B, a special discount for VIPs. Option C, a dedicated wing in the hospital for VIPs. And option D, inviting celebrities or other VIPs to the hospital. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഇൻവൈറ്റിംഗ് സെലിബ്രിറ്റീസ് ഓർ അതർ VIPs to the hospital അല്ലെ. Then next question, a VIP must be invited to a hospital for a casual visit, an inauguration or what other event? A VIP might be invited to a hospital for a casual visit, an inauguration or what other event? Option A staff party. Option B, a board meeting. Option C, a flag off ceremony. And option D, a surgery. ഇതാണ് ആൻസർ. A flag off ceremony അല്ലേ. ശരി. Then അടുത്തത്, what is the stated goal of a health awareness program? What is the stated goal of a health awareness program? Options വായിക്കാം. To sell health insurance. Option B, to recruit new doctors. Option C, to earn the support and goodwill of the people. Option D, to get government funding. ഇതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ, to earn the support and goodwill of the people അല്ലെ. അതാണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. Then അടുത്ത question, the text states that half awareness is more dangerous than what? The text states that half awareness is more dangerous than what? Option A, full awareness, no awareness, lack of awareness and misinformation. ഇതാണ് വരിക. ഓപ്ഷൻ എ ഫുൾ അവയർനെസ്, നോ അവയർനെസ്, lack of awareness അല്ലെ. lack of awareness അല്ലെ, half awareness is more dangerous than lack of awareness. Okay, next one ആണ്, branding of stationaries is described as an effective form of what?
branding stationeries is described as an effective form of what? Option A, direct marketing. Option B, internal marketing. Option C, indirect marketing. And option D, digital marketing. എന്താണ് ബ്രാൻഡിംഗ് ഓഫ് സ്റ്റേഷനറീസ്? എ ആണോ? എ ആണോ? സി അല്ലെ? ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലെ ബ്രാൻഡിംഗ് ഓഫ് സ്റ്റേഷനറീസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് കേട്ടോ. അടുത്തത്, what items are mentioned as example for the branding of stationery techniques? ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്? ഏതാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെ ഐറ്റംസ്? സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസിനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് വേണമെന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. What is considered as the pulse of the hospital? What is considered as the pulse of the hospital? Option A, the number of surgeries performed. Option B, the number of beds. Option C, the hospital profit margin. Option D, the OP, outpatient, the number of patients visiting daily. ഇതാണ് ഓപ്ഷൻ ബി അല്ലെ. OP അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ്, ഇത് നമ്പർ ഓഫ് പേഷ്യൻസ് വിസിറ്റിംഗ് ഡെയിലി, ദിവസേന വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം, അതിനെയാണ് നമ്മൾ ദ പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 27, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ ഇൻഡയറക്റ്റ് വേ ഓഫ് അപ്രോച്ച് ഫോർ ബ്രിങ്ങിങ് പേഷ്യൻസ് ഇൻ ടു ദ ഹോസ്പിറ്റൽ? വാട്ട് ഈസ് ആൻ indirect way of approach for bringing patients into the hospital? Option A, reducing the price of treatment. Option B, conducting a medical camp. Option C, renovating the hospital building. And option D, launching a new website. ഇതാണ് ഓപ്ഷൻ ബി അല്ലെ, കണ്ടക്ടിങ് എ മെഡിക്കൽ ക്യാമ്പ്. അതെന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് വേ ടു അപ്രോച്ച് ഫോർ ബ്രിങ്ങിങ് പേഷ്യൻസ് ഇൻ ടു ദ ഹോസ്പിറ്റൽ അല്ലെ, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് ദ ഔട്ട് പേഷ്യന്റ് നമ്പർ ഈസ് ലെസ്, വാട്ട് കാൻ ദ ഹോസ്പിറ്റൽ urge doctors to do? If the outpatient number is less, what can the hospital urge doctors to do? Option A, work longer hours. Option B, see patients faster. Option C, convert patients into inpatients. Option D, prescribe more medicine. ഇതാണ് ഓപ്ഷൻ വരിക. ഓപ്ഷൻ സി അല്ലെ, കൺവേർട്ട് പേഷ്യൻസ് ഇൻ ടു ഇൻപേഷ്യൻസ് ആക്കി അവരെ മാറ്റുക എന്നുള്ളത് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ അഡ്വർടൈസിംഗ് career opportunity for even non-existing vacancies benefit a hospital? Option A, it helps in getting resumes and automatically brands a hospital. Option B, it misleads potential employees. Option C, it is a way to avoid hiring new staff. Option D, it reduces the marketing budget. ഇതാണ് ആൻസർ വരുന്നത്. ഹൗ ക്യാൻ അഡ്വർടൈസിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇവൻ നോൺ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ബെനിഫിറ്റ് എ ഹോസ്പിറ്റൽ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് റെസ്യൂംസ് ആൻഡ് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡ് ദ ഹോസ്പിറ്റൽ അല്ലെ. അത് തന്നെയാണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്തത്, ദ ആസ്ക് യുവർ ഡോക്ടർ മാർക്കറ്റിംഗ് ടെക്നിക് ഇൻവോൾവ് അറേഞ്ചിങ് പ്രോഗ്രാംസ് ഓൺ വാട്ട് പ്ലാറ്റ്ഫോംസ്? In Ask Your Doctor, marketing technique involves arranging programs on what platform? Option A, hospital notice boards only. Option B, internal hospital emails. Option C, television, newspaper and radio channels. Option D, social media platforms only. Option C, like television, newspaper and radio channels.
അതുപോലെ തന്നെ what topics are typically discussed in an Ask Your Doctor program? What topics are typically discussed in an Ask Your Doctor program? First one, option A ആണ് hospital billing and insurance. Option B, specific ailments, their symptoms and epidemics. Option C, doctors' salaries and working hours. Option D, the latest medical technology. ഏതാണ് ഓപ്ഷൻ ബി അല്ലെ? സ്പെസിഫിക് ailments, their symptoms and epidemics. Okay. Then അടുത്തത്, which marketing technique involves using a specific complicated surgery as a marketing tool? Which marketing technique involves using a specific complicated surgery as a marketing tool? Option A, an effective surgery. Option B, advertorial. Option C, health awareness program. Option D, medical camp. ഇതാണ് ഓപ്ഷൻ എ അല്ലെ? an effective surgery. ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക് ആണ് സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് സർജറിയെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ? Then അടുത്തത്, a product can be of a service or an item and it can be physical or in what other forms? A product can be a service or an item. It can be physical or in what other form? Option A, a cheap or expensive form. Option B, a domestic or imported form. Option C, a simple or complex form. Option D, a virtual or cyber form. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി അല്ലെ? ഒരു വിർച്വൽ അല്ലെങ്കിൽ സൈബർ ഫോമിൽ ഫിസിക്കൽ, വിർച്വൽ, സൈബർ മൂന്ന് രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഓക്കെ. A promotion involves communication between whom? Promotion involves communication between whom? Option A, the CEO and the employees. Option B, the buyer and the seller. Option C, the marketing and sales department. Option D, the hospital and supplies. എന്താണ് അതിന്റെ ആൻസർ? പ്രൊമോഷൻ ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ whom? ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലുള്ളതാണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. സാധാരണയായിട്ട് അതിൽ ആരൊക്കെ ഇൻവോൾവ് ആവുന്നത്? ഒരു ഡോക്ടറും എംപ്ലോയിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ? അല്ല അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? ദ ബയർ ആൻഡ് ദി സെല്ലർ അല്ലെ? ബയറും സെല്ലറും തമ്മിലുള്ളതാണ് കേട്ടോ. എന്ത് ചെയ്ത് മനസ്സിലായില്ലേ? ഓപ്ഷൻ ഇതാണോ ആൻസർ ചെയ്യാതിരുന്നേ? ഓക്കെ. Okay, next question. The marketing activities of a hospital are designed to attract healthcare consumers and do what else? The marketing activities of a hospital are designed to attract healthcare consumers and do what else? Option വായിക്കാം. Help them find parking. അടുത്ത ഓപ്ഷൻ, ഓപ്ഷൻ ബി, guide them through their healthcare journey. Option C, offer them financial advice. Option D, entertain them while they wait. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ഏതാ? The marketing activities of hospital. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ശ്രദ്ധിക്കാം കേട്ടോ. The marketing activities of hospital are designed to attract healthcare consumers and do what else? എന്താണ് മറ്റ് ലക്ഷ്യം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഏതാണ് അതിന്റെ ആൻസർ വരിക? ബി അല്ലെ? ഗൈഡ് ദം ത്രൂ their healthcare journey. ഇത് അങ്ങനെ തന്നെ ആ സെന്റൻസ് അവിടെ തന്നെ കിടപ്പുണ്ട്. ഗൈഡ് ദം ത്രൂ their healthcare journey.
അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന അതുപോലെ തന്നെ അഡ്വർട്ടോറിയലുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് അഡ്വർടൈസ്മെന്റിന്റെ. അപ്പൊ ചോദിക്കാം അഡ്വർട്ടോറിയൽ merges an advertisement with what? എന്തൊക്കെ കൂടിയാണ് ഒരു അഡ്വർട്ടോറിയൽ ഉണ്ടാവുന്നത്? അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ എന്താണ് പറയാത്തത്? അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമ്മിലുമാവും? അഡ്വർടൈസ്മെന്റും എഡിറ്റോറിയലും. അപ്പൊ ഇവിടെ ചിലപ്പോ ഓപ്ഷനില് എഡിറ്റോറിയൽ ഉണ്ടാവില്ല. ഓപ്ഷൻസ് മിസ് വായിക്കട്ടെ അല്ലെങ്കിൽ മിസ് പറയട്ടെ, അത് ഒന്ന് കറക്റ്റ് ആക്കി കിട്ടുമെന്ന് നോക്കണം കേട്ടോ. എ സയന്റിഫിക് പേപ്പർ, എ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്, അതുപോലെ തന്നെ എ ഡിസ്കൗണ്ട് കൂപ്പൺ, എ ഷോർട്ട് സ്റ്റോറി. ഏതായിരിക്കും ആൻസർ വരിക? എ ഷോർട്ട് സ്റ്റോറി ആണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ തന്നാലും എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കണക്ട് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസർ ഏതാണ് അതിലുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാതെ ഇതിനെന്തോ ഞാൻ പഠിച്ച ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the main purpose of inviting a VIP to a hospital is to dash. The main purpose of inviting a VIP to a hospital is to dash. Option A, get a donation from them. Option B, get free medical advice. Option C, gain media attention and positive publicity. Option D, offer them a job. ഇതാണ് ആൻസർ. ഓപ്ഷൻ സി അല്ലെ, ഗെയിൻ മീഡിയ അറ്റൻഷൻ ആൻഡ് പോസിറ്റീവ് പബ്ലിസിറ്റി. Then what is the fundamental reason for conducting health awareness program? അങ്ങനെയും ചോദിക്കാം. What is the fundamental reason for conducting health awareness program? To fulfill a legal obligation. First option ആണ് to fulfill a legal obligation. Option B, because awareness is an important aspect of a lay person. And option C, to compete with other hospital. Option D, to test new medical procedures. That answer vara. Option B, because awareness is an important aspect of for a lay person. Then which P of the marketing mix is most closely related to communication? ഇതാണ് പി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സിലെ പി ഉണ്ടല്ലോ, അതിൽ ഏറ്റവും അതിൽ ആ പിയില് കമ്മ്യൂണിക്കേഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആ പി ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്? ഏതിനെയാണ്? ഓപ്ഷൻ വേണോ അതിന്? പ്രൊമോഷൻ അല്ലെ. അതൊക്കെ അറിയാലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റിംഗ് മിക്സിലെ എലമെന്റ് ആണ് പ്രൊമോഷൻ എന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ ചോദിച്ചാലും അറിയണം കേട്ടോ. ബാക്കിയെല്ലാം പീസിൽ വരുമ്പോൾ 4 പീസില് പി എന്ന് പറയുന്നതില് മാർക്കറ്റിംഗ് മിക്സിലെ പിയിലെ ഏറ്റവും കമ്മ്യൂണിക്കേഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ ആണ് കേട്ടോ. അപ്പോ ഇത്രയും പോരെ. ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒരു ഓവറോൾ ആയിട്ട് കിട്ടിയില്ലേ? കിട്ടിയോ? ഓക്കെ ആണോ? അതുപോലെ തന്നെ ചോദിക്കാട്ടോ, ഏതാണ് ഇപ്പൊ പിയുടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സിലെ പി റിലേറ്റഡ് ടു വാല്യൂ എക്സ്ചേഞ്ച് ഫോർ എ സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതാ? അങ്ങനെ ചോദിച്ചാൽ ഏതാന്ന് അറിയണം. ഏതാണ് ചോദിച്ചത്? ഏതാണ്? പ്രൈസ് അല്ലെ, പ്രൈസ്. അപ്പൊ അങ്ങനെ ചോദിച്ചാലും എഴുതാൻ അറിയിക്കണം കേട്ടോ. അപ്പോ ബാക്കിയെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സോ കാര്യങ്ങളോ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് അല്ലെ. അപ്പൊ പഠിക്കാൻ നല്ല വ്യക്തമായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അപ്പൊ ഈ ഒരു ചാപ്റ്റർ വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കണേ.
ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ള ഭാഗങ്ങളുണ്ടോ ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതിയതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നോ? മെയിൻ മിസ് ഇത്തിരി ടഫായിട്ടുള്ളത് ഇട്ടതാണ് കേട്ടോ, നിങ്ങൾക്കൊന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ട് പോരും. അതുകൊണ്ടാണ് കേട്ടോ. മെയിൻ എക്സാം ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും കേട്ടോ, ഇത്രയും ഇങ്ങനെ ടഫായിട്ടുള്ളതൊന്നും വരാറില്ല. പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻ എക്സാമിന് സാധാരണ കണ്ടിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഡീപ്പായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടാണെന്നൊന്നും പേടിക്കൊന്നും വേണ്ട, എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത് കേട്ടോ. പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി തന്നെയാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ തന്നെ നോക്കുന്നില്ലേ. മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മോക്ക് ടെസ്റ്റുകളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് എല്ലാ ടീച്ചേഴ്സും ഓരോ ക്ലാസ്സിനെയും മോക്ക് ടെസ്റ്റ് തരുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. ഉണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റുകൾ നോക്കാറുണ്ടോ? ഓക്കെ, അത് നോക്കണോട്ടോ. മെയിൻ എക്സാമിലേക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു ടീച്ചേഴ്സ് മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കി തരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിച്ചാൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് മിസ് പറഞ്ഞത്. ഷഹനാസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻ എന്നോട് പറയൂ. അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് ഓർക്കുന്നില്ല. മിസ് ഇങ്ങനെ അത് നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർക്കുന്നോ? ഓർക്കുന്നില്ല. മിസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾ വായിച്ചു നോക്കണേ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യട്ടോ. How can an advertisement career opportunities for even non-existing vacancies benefit a hospital എന്നാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത് ഷഹനാസ? ഓക്കെ, അതിലെന്താണ് ഒന്ന് ക്വസ്റ്റ്യൻ കൂടി പറയാനാണോ മിസ്സിനോട് പറഞ്ഞേ? How can advertising career opportunities for even non-existing vacancies benefit a hospital? It helps in the getting resumes and automatically brand the hospital. Answer. മതിയോ?
ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ ചാപ്റ്റർ? എല്ലാ ഭാഗവും ക്ലിയർ അല്ലേ? ഈ റിവിഷൻ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് തലേ ദിവസം എപ്പോഴെങ്കിലും ഇരുന്നൊന്ന് പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് കുറെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റൂട്ടോ. എക്സാം ആവുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും ആ ഒരു ഭാഗം കവർ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വരുന്ന 2 ക്ലാസ്സുകൾ കൂടിയുണ്ട്. ആ 2 ക്ലാസ്സിലും റിവിഷൻ തന്നെയാണ് മിസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ കിട്ടാവുന്ന മാക്സിമം ചാപ്റ്റേഴ്സ് പഠിച്ചു വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടാനും കിട്ടാത്ത ഭാഗങ്ങൾ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആ ഭാഗം മാത്രം സ്പെസിഫൈ ആയിട്ട് പഠിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് മിസ് എടുത്തത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ ആണ് അല്ലേ? ആണോ? ആ ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കണം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാവുന്ന വലിയൊരു ചാപ്റ്റർ കൂടി ആയതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഇച്ചിരി കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഈ ഒരു ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ്, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ എളുപ്പമല്ലേ? നിങ്ങൾ പഠിച്ച ഡിപ്ലോമയിൽ പഠിച്ചതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല. നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേസമയം ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം കുറെ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമാണ് അല്ലെ? ജസ്റ്റ് നമ്മൾ അവിടെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം പഠിച്ചു വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ആ ഫുൾ ഫോം ഒക്കെ കുറെ ഉണ്ട്. അപ്പൊ മാറിപ്പോവാനും തെറ്റു വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധ കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ചെറിയ ചെറിയ ചാപ്റ്ററുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത്തരം ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വേഗം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സിന് കുറച്ച് സമയം കൂടുതൽ കൊടുത്ത് പഠിക്കാം കേട്ടോ. അത് മാർക്ക് സ്കോർ ചെയ്യണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് ഒന്ന് ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് മുന്നിൽ കുറച്ച് ദിവസം ഉണ്ട്. അപ്പൊ അത് ഒരു സ്റ്റഡി ലീവ് തുടങ്ങിയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. ടീച്ചേഴ്സ് റിവിഷൻ പറയുന്ന സമയത്ത് പറ്റാവുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് കവർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് എടുത്തത്. ഒരു ഹാഫ് ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ് അക്രഡിറ്റേഷൻ? വാട്ട് ഈസ് അക്രഡിറ്റേഷൻ? എന്താണ് അക്രഡിറ്റേഷൻ? ഓപ്ഷൻസ് വേണോ? അതിന് ഓപ്ഷൻസ് വേണം അല്ലെ? ഓപ്ഷൻ ഇല്ലാതെ നമുക്കൊരു കളിയില്ല അല്ലെ? ഓക്കെ, അക്രഡിറ്റേഷൻ. വാട്ട് ഈസ് അക്രഡിറ്റേഷൻ? അപ്പൊ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എ പ്രോസസ് ഓഫ് ഇന്റേണൽ ക്വാളിറ്റി ചെക്ക്. Option B, the external recognition of adherence to a set of standards. Option C, a marketing strategy for hospital. Option D, a method for increasing hospital profits. എന്താണ് what is marketing? Option B, like the external recognition of adherence to a set of standards. അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അക്രഡിറ്റേഷന്റെ ആ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത്, which of the following is a synonym for accreditation? Which of the following is a synonym for accreditation? കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചല്ലോ സിനോണിം ആയിട്ട് അല്ലെ? അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്ഷൻ എ regulation. Option B, inspection. Option C, guideline. Option D, authorization. ഏതാണ് ആൻസർ? which of the following is a synonym for accreditation? Option D അല്ലെ? authorization ആണ് ആൻസർ വരുന്നത്. ശരി. Then അടുത്തത്, what is a primary benefit of accreditation for an organization? Benefits പഠിച്ചില്ലേ? What is a primary benefit of an accreditation for an organization? An organization accreditation പ്രാഥമിക benefit എന്താണ്? Option A, it guarantees higher profit. Option B, it allows the organization to bypass loss. Option C, it gives confidence to external regulators and customers. Option D, it reduces the number of staff needed. ഇതാണ് ഓപ്ഷൻ സി അല്ലേ? That gives confidence to external regulators and customers. Clear അല്ലേ?
In what year did the American College of Surgeons establish minimum standards for hospital? In what year did the American College of Surgeons establish minimum standard for hospital? Option A 1951, option B 2006, and option C 1917, option D 1997. Option C, അല്ലെ 1917 അല്ലെ. Then next question, the Joint Commission on Accreditation of Hospitals was formed in which year? The Joint Commission on Accreditation of Hospitals was formed in which year? ഇതിന് ഓപ്ഷൻ വേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. ഏത് വർഷമാണ്? 1951 അല്ലെ, 1951. അപ്പൊ അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഓപ്ഷൻ നമുക്കറിയാലോ, ആ ഓപ്ഷൻ മാത്രം നോക്കി ചൂസ് ചെയ്താൽ മതി കേട്ടോ. മറ്റു ഓപ്ഷൻ ഒക്കെ വായിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അതിന് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരിക്കലും നിങ്ങൾ വളരെ എന്താണ് ഇപ്പൊ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് അത് വ്യക്തമായി ആ ഒരു ഭാഗമാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ജസ്റ്റ് ജനറൽ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പഠിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ആൻസർ ഓപ്ഷൻസ് വരുമ്പോൾ ചൂസ് ചെയ്യാനായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓൺലൈൻ എക്സാമുകൾ കൂടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് സമയം ഒരുപാട് അതിന് നഷ്ടപ്പെടാനൊക്കെ സാധ്യതകളുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഭാഗവും പഠിക്കുമ്പോൾ ആ ഭാഗം വ്യക്തമായും പഠിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. അങ്ങനെയാണ് ശ്രമിക്കാം കേട്ടോ. Then അടുത്തത്, in India, when was the NAB accreditation system established? In India, when was the NAB accreditation system established? ഏത് വർഷമാണ്? 2006 അല്ലെ, 2006 ആണ് കേട്ടോ. അങ്ങനെയുള്ള വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എക്സ്പാൻഡഡ് ഫോമും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then which of these is driving factor for hospital to seek accreditation? Driving factors പഠിച്ചില്ലേ? പഠിച്ചോ? അക്രഡിറ്റേഷന് വേണ്ടിയുള്ള ഡ്രൈവിംഗ് ഫാക്ടേഴ്സിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ to increase the cost of treatment. Option B to Consumer Protection Act and the Clinical Establishment Act. Option C to reduce the number of services offered. Option D to avoid government audits. ഇതാണ് ഓപ്ഷൻ ബി അല്ലെ, the Consumer Protection Act and the Clinical Establishment Act. Then അടുത്ത question, why does accreditation help attract foreign patients? Why does accreditation help attract foreign patients? Option A, it offers them special discount. Option B, ഒരു മിനിറ്റ്. Okay, option A, it offers them special discount. Option B, it standardizes the protocol and protect the internal quality of healthcare delivery. And option D, C, it provides travel assistance. And option D, it is a mandatory requirement for admitting foreign patients. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് അല്ലെ, ഇറ്റ് സ്റ്റാൻഡർഡൈസസ് പ്രോട്ടോകോൾ ആൻഡ് പ്രൊട്ടക്ട് ദ ഇന്റർനാഷണൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു അക്രഡിറ്റേഷൻ അവിടെ ആ ഒരു ഫോറിൻ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ രണ്ട് അക്രഡിറ്റേഷൻ അതോറിറ്റി ഏതൊക്കെയാ? ഓപ്ഷൻ പറയട്ടെ. നാബ് പഠിച്ചു. നാബിന്റെ കൂടെ നമ്മൾ പഠിച്ചത് എന്തിന്റെ കീഴിലാണ് നാബ് വരുന്നത്? QC അല്ലെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നാബും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ്. ഇനി എന്താണ് നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞേ? നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞേ
ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാബിൻ എക്സ്പാൻഡ് ഫോം, നാബ്സ് ട്രാൻസ്ഫോം. എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? ടൈപ്പ് ചെയ്യാണോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് എപ്പോഴും നാബിന് ചോദിക്കാറുണ്ട്, അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. പിന്നെ ഇത്രയും എടുക്കുന്നുള്ളൂ മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ അക്രഡിറ്റേഷന്റെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്കൊന്ന് ജനറൽ ആയിട്ട് മുഴുവനായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റാവുന്ന മാക്സിമം നമുക്ക് ഇനി വരുന്ന 2 ക്ലാസ്സിലും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ആ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ചിട്ട് വരണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.